ഹലോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യലാണ്. അതായത് മലയാളത്തിൽ തിപ്പല്ലി, പിപ്പലി അല്ലെങ്കിൽ തേൻ കുരുമുളക് എന്നൊക്കെ വിളിക്കുന്ന ഒരു സൂപ്പർ ഔഷധ സസ്യമാണ് നിങ്ങളീ കാണുന്നത്. കുരുമുളകിൻ്റെ കുടുംബത്തിൽപ്പെട്ട പിപ്പറേസിയൈ എരിവുള്ള കുരുക്കൾ ഉണ്ടാകുന്ന ഔഷധ ഗുണമുള്ള ഒരു പടർപ്പൻ സസ്യമാണ് തിപ്പല്ലി. അതായത് കുരുമുളക് വള്ളിയെപ്പോലെ ഇത് വളരുന്നൊരു ചെടിയാണ്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ കായ എന്ന് പറയുന്നത്. കുരുമുളക് പോലെ സ്പൈക്ക് പോലെ ഇരിക്കും. കണ്ടോ, സ്പൈക്കാണ് ഇതിൻ്റെ കുരുകുരാന്നുള്ള. ഇത് വലിയ ഔഷധ ഗുണമുള്ള ഒരു കായാണിത്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം പിപ്പർലോങ്ങം എന്നാണ്. അഥർവവേദത്തിൽ പിപ്പലിയെപ്പറ്റി പരാമർശമുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. കൗശിക ധർമ്മസൂത്രത്തിൽ പിപ്പലിയും സർപ്പഗന്ധിയും കുട്ടികൾക്ക് കൊടുത്തിരുന്നതായി വിവരിക്കുന്നു. പിപ്പലിയെക്കുറിച്ച് ഇന്ത്യക്കാർക്ക് 3000 വർഷം മുമ്പ് തന്നെ അറിയാമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ചരകനും സുശ്രുതനും തിപ്പലിയെപ്പറ്റി ഒരുപാട് പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പ്രധാന ഭാഗമെന്ന് പറയുന്നത് സ്പൈക്ക് രൂപത്തിലുള്ള ഇതിൻ്റെ കായും ഇതിൻ്റെ വേരുമാണ്. പിപ്പലിയുടെ പ്രധാന മെഡിസിനൽ കോമ്പൗണ്ടാണ് പിപ്പറിൻ. കുരുമുളകിനേക്കാൾ അധികം ആൻറ്റി ഓക്സിഡൻ്റാണ്. ഇമ്മ്യൂണിറ്റി വളരെ ബൂസ്റ്റ് ചെയ്യും. തിപ്പലി ഒരിക്കൽ റോമൻ ചക്രവർത്തി നാണയത്തിന് തുല്യം വില കൊടുത്ത് വാങ്ങിയിരുന്നു എന്ന് പറയുന്നുണ്ട്. ചൈനയിൽ ഇത് പച്ച മസാലയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ചുമയ്ക്കും ശ്വാസതടസ്സത്തിനും തിപ്പലിപ്പൊടിയും തേനും ചേർത്ത് രാവിലെ കഴിക്കണം. ദഹനത്തിന് തിപ്പലിയും ഇഞ്ചിപ്പൊടിയും ചേർത്ത് കഴിക്കണം. വയറുവേദനയ്ക്ക് തിപ്പലി ചൂടുവെള്ളത്തിൽ ചേർത്ത് കഴിക്കാവുന്നതാണ്. പ്രതിരോധശേഷിക്ക് ചായയിലോ കഷായത്തിലോ ചേർത്ത് കഴിക്കാം. BP ഉള്ളവരും ഗർഭിണികളും ഇത് കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാവൂ. പണ്ടത്തെ ഈ പ്ലീഹ രോഗങ്ങൾക്ക് തിപ്പല്ലി വളരെ നല്ലതാണെന്ന് വാഗ്പടം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സ്ഥിരമായിട്ട് തിപ്പല്ലി കഴിക്കില്ലെന്ന് ചരകനും പറഞ്ഞിട്ടുണ്ട്. അത്ര വലുപ്പമില്ലെങ്കിലും നമ്മളെ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ഒരു ഇതുണ്ട്. പക്ഷേ ഇതിൻ്റെ കുരുമുളകിൻ്റെ വള്ളിയും ഇതിൻ്റെ വള്ളിയും ഏകദേശം ഒരേപോലെ ഇരിക്കും. കുരുമുളകിൻ്റെ പുരാതന ചരിത്രം മിക്കവാറും ഈ തിപ്പലിയുമായിട്ട് കെട്ടുണഞ്ഞ് കിടപ്പുണ്ട്. പിപ്പലിയെ പലപ്പോഴും വിദേശികൾ കുരുമുളകായി തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇത് വർഷകാലത്ത് പുഷ്പിക്കുകയും ശരത്കാലത്ത് കായ്കൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ കായ്ക്കുള്ളിൽ പൈപ്പ് യാർട്ടിൻ അല്ലെങ്കിൽ പൈപ്പറിൻ എന്നീ ആൽക്കലോയിഡുകളും ബാഷ്പശീല തൈലവും അടങ്ങിയിരിക്കുന്നു. മണ്ണും മണലും ചാണകപ്പൊടിയും ചേർത്ത് 3-4 മുട്ടുകളുള്ള ചെടി വേര് പിടിപ്പിച്ചെടുക്കാവുന്നതാണ്. ഈ ചെറിയ കുരുമുളക് പോലുള്ള ഈ കായ ശരിയായി ഉപയോഗിച്ചാൽ വലിയ മരുന്നാണ്. നിങ്ങളുടെ വീട്ടിൽ ഈ ചെടി ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. പല സ്ഥലങ്ങളിലും ഔഷധത്തിനായി നട്ടുവളർത്തുന്ന ഒരു ചെടി കൂടിയാണ് ഈ തിപ്പല്ലി. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.